ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല? അൽഹംദുലില്ലാ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫായിട്ടാണ്. എന്താണെന്നറിയൂല. ഒന്നാം നോമ്പിൻ്റെതും ഓഫായിരുന്നു, മിനിയാന്നത്തതും ഓഫായിട്ടില്ല. ഇന്നലെ ഓഫായി. ഇനി പിള്ളേരെ കാണിച്ചിട്ടാണോ എന്താണോന്ന് അറിയില്ല, സംഭവം ഓഫായിക്കണം. ഇന്നലെ യൂട്യൂബ് മാമ നമ്മളെ പറ്റിച്ച്. എന്നിട്ട് ഞാൻ ആ സെറ്റിങ്സിൽ പോയിട്ട് ഓണാക്കി നോക്കിയിട്ടാണ്. ഓണാക്കിയിട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഓഫായിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അവർ എന്തെങ്കിലും ആയിരിക്കും പറയാം, നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഒരു കഥ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ, ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ ഒച്ചപ്പാട് കേൾക്കണ്ട, ആരാ നോക്കിയത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റംസാൻ്റെ വീഡിയോ തന്നെ, നോമ്പ് പിറക്കണ അങ്ങനത്തെ ഒരു കുഞ്ഞു വിശേഷമാണ്. അപ്പോൾ ഉമ്മ അവിടെ നിസ്കരിക്കണുണ്ട്, ഇപ്പി നിസ്കരിക്കണുണ്ട്. ഞാൻ അവിടെ കട്ടുമ്പോൾ കൊടുന്ന് വെച്ചിക്കണിപ്പ, കട്ടുമ്പോൾ കൊടുന്ന് വെച്ചിക്കണേ. അതെ വരുന്നേ. അപ്പോൾ രണ്ടാളും അവിടെ നിസ്കരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പാൻ്റെ ഷർട്ട് തേച്ചത് എവിടെയെന്ന് ചോദിക്കണം. ഇപ്പം മീൻ കൂടി ഒന്ന് തിരൂർ പോവുകയാണ്. ഇമ്മ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ളൂ. ഇമ്മക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല, കഴുത്തിലൊരു ഓപ്പറേഷൻ, ടൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഇന്നും കാണിക്കാൻ പറഞ്ഞിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഒരു ടെസ്റ്റ് എന്ത് ചെയ്തപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൽ പഴുപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും കൂടി ഹോസ്പിറ്റലിൽ ഇപ്പോൾ രണ്ടാളും കൂടി തിരൂർ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഫുൾ അടുക്കളയിൽ ഒറ്റയ്ക്കാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വിളിച്ച് സ്വാഗതം കൊടുത്തിട്ടപ്പ നീ ആ സാധനത്തുമ്പക്ക് വയർപ്പറങ്ങോ അങ്ങനെ. ഞാനേ നൂൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ള ഗ്യാസ് മേടിച്ചിട്ടുണ്ട്, പൊടി കൊടുത്തേച്ചത്. ഇന്ന് മുഖ്യവാറും കമന്റ് ബോക്സ് ഓഫ്. നീ ശുദ്ധന്റെ കാണിച്ചിട്ടുണ്ട്. ഇതാരാണ്? മേമിന്റെ ആരാണ്? മേമിന്റെ സുന്ദരിയാണ്. പിന്നെ മേമിന്റെ വേറെ ആരാണ്? മേമിന്റെ സ്വത്തും മാണിക്കക്കല്ലും ഒക്കെ. മേമിന്റെ സ്വത്തും മാണിക്കക്കല്ലുമാണ്. എൻ്റെ ഉമ്മാരുടെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അവർ ഹോസ്പിറ്റലിൽ പോയിക്കണം. ഫുള്ള് ഹോസ്പിറ്റൽ കേസ് തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് തന്നെയാണെന്ന് വിചാരിക്കും അല്ലേ? ഫുള്ള് ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് അല്ലേ? ഇവിടെ എപ്പോഴേക്ക് ഒരു കുഞ്ഞു ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോയിക്കണം, EMS ഹോസ്പിറ്റലിൽ പോയിക്കണം. പിള്ളേരെ എൻ്റെ അടുത്ത് നിർത്തിയത്. ഇത് മിക്കവാറും ഓഫ് ആവൂലേ? കമൻറ്റ് ബോക്സ് ഓഫ് ആവൂലേ? എന്നാൽ ആരുടെ കൊടുക്കുക? മേമിൻ്റെ അടുത്താ. ഓളെന്ത് വന്നിട്ടുണ്ടെങ്കിലും മേമിൻ്റെ അടുത്തായിട്ട് കൊടുക്കുക. നാളെ വന്നിട്ട് പറയണാണ്. നാളെ ഞാൻ വരി വന്നിട്ട് ഓൾ അറിഞ്ഞ് ഞാൻ ഓളെ കാക്കാൻ്റെ അടുത്ത് കിടന്നോളാന്ന് പറഞ്ഞിട്ട് ഓളെന്തായാലും ഓളെ ഉമ്മാനോട് പരാതി പറഞ്ഞിരിക്കണം. എന്താ പരാതി അറിഞ്ഞത്? പായിൽ ഒറ്റ കൊടുത്തിന്ന് പറഞ്ഞിരിക്കണേ. മേമി ഓളെ പായിൽ ഒറ്റക്ക് കൊണ്ട് കൊടുത്തി അല്ലേ? വല്ല എറുമ്പും കടിച്ചാൽ എന്താ കാട്ടല്? ഓള് ചെന്ന് പറഞ്ഞിട്ട് വല്ല എറുമ്പും കടിച്ചാൽ എന്താ കാട്ട് മേമിന്ന്. സുന്ദരിയാണ്, ഞങ്ങൾ സുന്ദരിയാണ്. ഓളെ കാക്കി എൻ്റെ പിള്ളേരൊക്കെ പാടെ കളിക്കണം. മൂത്താൾ ഉപ്പാൻ്റെ കൂടെ പോയിക്കും, ഉപ്പാരി ഉമ്മാൻ്റെ കൂടെ പോയിക്കൊണ്ട്. ഉപ്പാക്ക് ഉമ്മാക്കി പറഞ്ഞമാര് ഇപ്പാക്ക് പുറത്തേക്ക് ഇറങ്ങാഞ്ഞിട്ടേ ഭയങ്കര ഇങ്ങനെ അകത്തന്നെയല്ല. നിന്നോട് ഇങ്ങനെ ഉച്ചക്കൊണ്ട് പറയുന്നത് ഈ കിടന്നിട്ട് ഇരുന്നിട്ട് മനുഷ്യൻ ചടച്ചെന്ന് പറയുന്നത്. ഇങ്ങനെ പണിയെടുത്തുനാൾ നീന്ന മനുഷ്യന്മാരല്ലേ പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അത് ഞാൻ പലരോട് പറഞ്ഞത് മേലോട്ട് പോരിട്ടാകുന്നത്. കാരണം ഡയാലിസ് ചെയ്യുന്ന സാധനമായിട്ട് ഇനി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും പേടിയാണ്. എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. തീരെ പറഞ്ഞയക്കില്ലേ പന പുറത്ത്? പന പറഞ്ഞയക്കില്ല. ഇമ്മാനോട് ഇമ്മ പറഞ്ഞാൽ കേൾക്കൂലേ? പിന്നെയും കുറച്ചൊക്കെ ഞാൻ പറഞ്ഞാലാണ് കേൾക്കുന്നത്. ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോടാണ് അങ്ങനെയാണ് ഇങ്ങനെ അല്ലേ? നൂൽക്കൂട്ടുണ്ടാകും ഈ സംഭവേ. ആദ്യം ഉണ്ടാക്കാൻ എനിക്ക് തീരെ അറിയില്ലായിരുന്നു കേട്ടാ. ചൂട് തീരെ അറിയില്ലായിരുന്നു ഉണ്ടാക്കാൻ. ഒരു പ്രാവശ്യം ഞാൻ നല്ല ചാമ്പി ഇതാക്കി ഡബ്ബറിന്റെ മാരി ഈ സാധനം വെച്ചിട്ട് ഇതാക്കി അങ്ങനെ തിരിക്കാൻ പറ്റണ്ടേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ മനുഷ്യൻ അത്രക്ക് കൊണ്ട് ഇതായി പോയി. കാറ്റിയിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നേ പറഞ്ഞിട്ടോ. പിന്നെ ഇതുപോലെ
ഞാൻ ഒരു ഇതേമാതിരി വീഡിയോ കണ്ടതാണ്, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടപ്പോൾ അതിനാണ് പിന്നെ സംഭവം ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഉപ്പാനോട് ഞാൻ ഉപ്പാനോട് ഞാൻ വെറുതെ ചോദിച്ചു ഇപ്പം ഒന്ന് നൂൽപുട്ട് പോരെയെന്ന് വെച്ച്. അപ്പോൾ ഉപ്പ ആ നൂൽപുട്ട് മതി, ഇപ്പം നല്ല ഇഷ്ടം, അങ്ങനത്തെ കടയിൽ നല്ല ഇഷ്ടം, നൂൽപുട്ട് പത്തിരി എന്നും ഈ ദോശ ഉണ്ടാക്കില്ല പറ്റില്ല കേട്ടോ. ഞാനാണെങ്കിൽ എന്നും ദോശ ഉണ്ടാകാം. അങ്ങനെ ഞാൻ ശടപടേച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ, നൂൽപുട്ട് ഉണ്ടാക്കുകയാണ്. പൊടിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ, ഈ പൊടിപ്പിച്ച പൊടിയായി തോന്നുന്നു, പശയുള്ള ഏതോ തോന്നുന്നു, ഒരു ചെറിയൊരു ടൈറ്റ് ഉണ്ട്, എന്നാലും ഞാനത് ഉണ്ടാക്കിയെടുത്തു. എന്ത് കുറിച്ചാണ് ആര് കൊടുത്തപ്പോ പത്രിക മിച്ചിന്റെ പത്രിക കൂടെ എന്തിനാ നടുവച്ച് മൈസൂര് കൊടുത്തിട്ടില്ലേ? ആ കഷ്ടണ്ടിട്ടാ വിശാല. അപ്പൊ ഐശ്വര്യ കൊടുക്കാഞ്ഞി ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ അരിയാണ് കേട്ടോ, മുട്ടക്കറി ഉണ്ടാക്കാൻ കരുതി. കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരിക്കഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് ഫുള്ള് സെറ്റാക്കുകയാണ്. പിന്നെ നേരെ നമ്മളെ കയ്യിൽ നിൽക്കാത്തത് ശടപടേച്ചിട്ട് എല്ലാ പണിയും തീർക്കാട്ട് ഇമ്മ ഒരു സൈഡിൽ നിന്നുങ്ങാണ്ട് എന്താണ് വെത്തക്ക വെള്ളം ഉണ്ടാക്കുന്നുണ്ട്.
അൽഹംദുലില്ലാ കളിയും ചിരിയും തമാശകളും ആയിട്ട് 4ാമത്തെ നോമ്പും പറന്നുട്ടോ. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ട്ടോ. ഇതന്നെ ഇപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ചായ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം കുടിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൊച്ചു കുടുംബത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു.